ഇന്ന് അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമ്മളൊക്കെ കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ ഈ ഇസ്മ ഒരു കാരണമാകും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും നമുക്ക് എത്രമേൽ ഉപകാരം നൽകുന്നതാണ്. ആരെങ്കിലും സുജൂദിൽ കിടന്ന് ഈ ഇസ്മിനെ 7 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ ഒരാളുടെയും ആശ്രയം കൂടാതെ ജീവിക്കാനുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി റബ്ബ് സുബ്ഹാനഹു വ തആല അവനക്ക് നൽകാൻ ഈ ഇസ്മ ഒരു കാരണമാകുന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥവും ആ രൂപത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ മോശപ്പെട്ട രൂപത്തിൽ ഹറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവ ദൂഷ്യം മാറിക്കിട്ടാൻ ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ്. വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുക, മഈഷത്തിൻ്റെ വകയില്ലാതിരിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകുക, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ ഇസ്മിൻ്റെ അർത്ഥത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്, അള്ളാഹു ആണ് എല്ലാം നമുക്ക് നൽകുന്നത്. ആ നൽകുന്ന എല്ലാ വിഷയങ്ങളും ചിലപ്പോൾ അതിന് ചില കാരണങ്ങൾ കൊണ്ട് കാലതാമസം വന്നേക്കാം. അത് വളരെ പെട്ടെന്ന് നൽകപ്പെടാൻ ഈ ഇസ്മിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ഫത്ഹ് ലഭിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഇസ്മിനെ കുറിച്ച് ചർച്ച ചെയ്യുക. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് എന്നും എപ്പോഴും പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ, ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണുന്നതുകൊണ്ട് ഇൻസ്റ്റയുടെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ എന്ന് പറയുന്നത് അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മാണ്. അള്ളാഹുവിൻ്റെ മഹോന്നതമായ ഇസ്മകളിൽ ഒന്നാണ് സർവദാതാവ്, അത്യുദാരൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് വഹാബ് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഈ ഹിബത്ത് എന്ന പദത്തിൽ നിന്ന് നമ്മൾ ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന ദാനത്തിന് വേണ്ടി പകരം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലാതെ
ഒരു നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതിനാണ്, നമ്മളൊരു ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല, ആ രൂപത്തിൽ ചെയ്യുന്നതിനാണ് വഹാബ് എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ അർത്ഥത്തിൽ പൂർണ്ണമായും കാമിലായവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. കാരണം എന്താ, നമ്മളിവിടെ ഈ ദുനിയാവിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എങ്ങനെ നോക്കിയാലും ചെറിയൊരു ലാഞ്ചനെങ്കിലും അവൻ്റെ അടുക്ക് നിന്നുള്ളൊരു സ്നേഹമെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അല്ലാതെ ചെയ്യുന്നവർ വളരെ വിരളാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹുവിനെ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം എന്താ, റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന് ഈ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നമ്മുടെ അടുക്ക് നിന്ന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? നോക്കൂ, എത്ര ഗുണങ്ങൾ, എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നു. എന്തെല്ലാം ആളുകൾ ഏതെല്ലാം രൂപത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത് അല്ലേ? എന്നിട്ടും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ടാണ് ഈ ഇസ്മ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യും. കാരണം നമ്മളെങ്ങനെ ജീവിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന് വരെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എടുത്ത് കളഞ്ഞോ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമല്ലേ? അള്ളാഹു നമുക്ക് നൽകിയതാണ് അതൊക്കെ അല്ലേ? ഇത് തിരിച്ചു കളഞ്ഞില്ല. എത്ര അപകടങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തി. ഈ രക്ഷപ്പെടുത്തുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടോ ഓനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഓൻ ഇത് മനസ്സിലാക്കിയിട്ട് ഓന് കൃത്യമായി നിസ്കരിക്കും, ഓന് ഹറാമ് ചെയ്യൂല, ഇങ്ങനെ അള്ളാഹ് മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്? അവൻ എന്തെല്ലാം അവൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ളത് കാലയെ കൂട്ടി മുൻകൂട്ടി റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെ ആയിട്ടും നമുക്കത് ചെയ്തു തരുന്നുണ്ടല്ലോ. അതാണ് വഹാബ് എന്ന് പറയുന്ന ആ ഇസ്മിൻ്റെ ഒരു വിശാലമായ അർത്ഥം എന്നുള്ളത്. ചെറിയ രൂപത്തിലാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ ഇസ്മ നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം, ഇതെങ്ങനെയെല്ലാം ഉപയോഗിക്കാം? അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. അതും കൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിലേക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇസ്മ നമ്മളോട് നൽകുന്ന പാഠം എന്താ? നമ്മൾ ഹിബത്ത് നൽകുന്നവരായിരിക്കണം. മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അള്ളാഹുവിനെ മറ്റുള്ളവരിലൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവർക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ട് ചെയ്തു കൊടുക്കുന്ന രൂപമാവരുത്, അവിടെ ആത്മാർത്ഥം നഷ്ടപ്പെടും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ഇസ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി നോക്കൂ, ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചില ഗുണങ്ങൾ. വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനും ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ അയാൾക്ക് അള്ളാഹു വിശാലമായ ആഹാരം നൽകുകയും അയാൾ അറിയാതെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം കൈവരിയാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിലൊക്കെ എത്രയോ പ്രതിസന്ധികളുള്ളവരുണ്ട്. പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, വിഷമങ്ങളുള്ളവർ, ഇതൊക്കെ നമുക്ക് നീങ്ങിക്കിട്ടാൻ ഈ ഇസ്മ കാരണമാകും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കാരണമാകും? നമ്മൾ ഈ ഇസ്മ ചൊല്ലുക. അപ്പോൾ നമ്മുടെ ദാരിദ്ര്യം പതിയെ 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 നീങ്ങി കിട്ടും. കാരണം ഇസ്മിൻ്റെ അർത്ഥം എന്താ? വഹാബ് എന്നുള്ളതാണ്. വഹാബ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരു പ്രശംസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മെക്കുറിച്ച് അള്ളാഹിനെക്കുറിച്ച് മറ്റുള്ളവരോട് നന്മ പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയോ ഇങ്ങനെ ഒന്നും, ശരിക്കും ഹിബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ എന്താ പറയുക, സ്നേഹം, പ്രശംസ, ആക്ഷേപത്തിൽ നിന്ന് ഒഴിവാകൽ തുടങ്ങിയ പകരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയോ താല്പര്യത്തോടെയോ ചെയ്യുന്ന ധർമ്മത്തിന് ഹിബത്ത് എന്ന് പറയൂല എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹു അങ്ങനെയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അള്ളാഹ് നമുക്ക് നൽകും എന്നുള്ള ഇതിൻ്റെ ആശയതലം ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളെങ്ങനെ ജീവിച്ചാലും, നമ്മൾ നല്ലവർക്ക് ജീവിക്കണം, എങ്ങനെ ജീവിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈസ്മ നമുക്ക് അങ്ങനെ ചൊല്ലാവുന്നതാണ്. നമ്മൾ അറിയാത്ത രൂപത്തിൽ നമുക്ക് ഖൈറിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അറിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പതിയെ പതിയെ രക്ഷ കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ്. ഈ മറ്റൊരു അമൽ നോക്കൂ, ആരെങ്കിലും സുജൂദിൽ കിടന്ന് ഈ ഇസ്മിനെ 7 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരാശ്രയരഹിതനാക്കും. ഇറ്റ്സ് മീൻസ് പരാശ്രയരഹിതനാക്കും എന്ന് പറഞ്ഞാൽ ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം അവനിലേക്ക് കടന്നു വരും. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് ക്യാഷ് വാങ്ങിക്കും അല്ലേ, കടം ചോദിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഒരാളെയും ആശ്രയിക്കാതെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ഈ ഇസ്മ. പതിവായി ഇതിനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവർക്ക്
മഈഷത്തിൻ്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല. അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ പവിത്രതയാണത്. മാത്രമല്ല അള്ളാഹുവിനോട് അവൻ എന്താണോ ചോദിക്കുന്നത് ഉടൻ തന്നെ അത് നൽകപ്പെടുകയും അത് ലഭിക്കുകയും അതിലേക്കുള്ള വഴികൾ എളുപ്പമാവുകയും ചെയ്യുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇസ്മ ചൊല്ലാവുന്നതാണ്, പതിവാക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു കിട്ടാൻ ഈ ഇസ്മ ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂലായാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും സ്വയം പര്യാപ്തത ലഭിക്കുക എന്നുള്ളത് അത് വലിയ വിഷയമാണ്. സ്വയം പര്യാപ്തതയുണ്ടാകുക, വിഷമങ്ങൾ നീങ്ങിക്കിട്ടുക, അതിന് ഇസ്മ പതിവായി ചൊല്ലുക. ദാരിദ്ര്യം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർ ഇസ്മ ധാരാളം പ്രകീർത്തിക്കുകയോ എഴുതി ചുമക്കുകയോ ചെയ്യൽ വളരെയധികം ഫലം ചെയ്യും. അതേപോലെ തന്നെ ഭൗതികവും പാരത്രികവുമായ സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇസ്മ പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി. ഇസ്മിൻ്റെ പൊരുളറിഞ്ഞവന് സകലവും നേടിയെടുക്കാൻ കഴിയും. ഇതുമൂലമാണ് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂലോക ഭരണവും മുമ്പാർക്കും ലഭിക്കാത്തതുമായ അത്ഭുത സിദ്ധിയുള്ള മോതിരവും അവിടുന്ന് ലഭിച്ചത് ഇതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റാഹത്തിൽ ഇത് ഏകാന്തമായിട്ടൊക്കെ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ പല പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി ഇസ്മിൻ്റെ അദദ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ ഇസ്മിനും അതിൻ്റെ അദദ് ഉണ്ടാകും. ആ അദദ് എത്രയാണെന്ന് നോക്കാം. അദദ് അനുസരിച്ച് ചൊല്ലുന്നവർക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അദദ് എന്ന് പറയുന്നത്. യാ വഹാബ് യാ വഹാബ് എന്നുള്ള യാ ചേർത്തിയിട്ട് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാലൊക്കെ നല്ല ഫലം ഉണ്ടാകും. ഇതിൻ്റെ അക്ഷരസംഖ്യ വളരെ കൂടുതലൊന്നല്ല, നമുക്കറിയാം. നിങ്ങളൊക്കെ അക്ഷരസംഖ്യ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അക്ഷരസംഖ്യ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇതിലിപ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ തന്നെ വാവാണ്. വാവ് വന്നാൽ ഉടനെ അതിൻ്റെ അദദ് 6 മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് എഴുതി വെക്കാൻ താഴെ കമൻറ്റിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കുക, ബാക്കിയുള്ളവർ പഠിക്കട്ടെ. വാവ് 6 അറിയാൻ എന്താ, വാവ് ഇങ്ങനെ അല്ല ഇടുക, ഇങ്ങനെ വാവ് കണ്ട, വാവ് ഇങ്ങനെ ഇടുക, അത് നേരെ തിരിച്ചിട്ട് 6. അപ്പോൾ വാവിൻ്റെ അദദ് 6 പഠിക്കാൻ എളുപ്പമായി. അതേപോലെ ഞാൻ വേറൊരു അദദ് പറഞ്ഞു തരുന്നത് ദാലിൻ്റെത് 4. അതെങ്ങനെ മനസ്സിലായി? ദാല് 4 കണ്ട. അപ്പോൾ വാവിൻ്റെ ദാലിൻ്റെ അദദെങ്കിലും ജസ്റ്റ് പഠിച്ചില്ലേ. അങ്ങനെ ഓരോ അദദ് പഠിക്കാനും ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിച്ചാൽ പെട്ടെന്നൊരാൾ നമ്മളോട് പറയുകയാണ് എന്താ അദദ് എത്രയെന്ന് പറയും. എൻ്റെ ഇസ്മ ആയിഷ എന്നാണ്. ആയിഷ എന്നുള്ളതിൻ്റെ അദദ് എത്രയാണ്? എൻ്റെ ഇസ്മ അലി എന്നാണ്. അലി എന്നുള്ളതിൻ്റെ അദദ് എത്രയാണ്? പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കിട്ടും. മനസ്സിലായില്ലേ? കാരണം ഈ ഓരോ ഇസ്മിൻ്റെ അദദും കണ്ടെത്താൻ പറ്റും. എനിക്ക് വഫാത്തായി പോയി ആ വലിയ പണ്ഡിതന്, ആ വലിയ മഹാന്. അവരോട് ആരെങ്കിലും മൊബൈൽ നമ്പർ പറയുമ്പോൾ അവർ പെട്ടെന്ന് അത് എഴുതി വെക്കൊന്നുമില്ല. അത് അവരിങ്ങനെ പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്യും, കാണാതെ പഠിക്കും. അപ്പോൾ എങ്ങനെയാണത് കാണാതെ പഠിക്കുക എന്ന് ചോദിച്ചാൽ, ഒരു അദദ് ഇങ്ങനെ ഒരു സംഖ്യ ഇങ്ങോട്ട് പറയുമ്പോൾ 9657 എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, നേരെ അത് ആ നമ്പർ അങ്ങനെ അങ്ങോട്ട് അറബിയിലെ ഈ അക്ഷരം നോക്കിയിട്ട് ഒരു പേരാക്കിയിട്ട് മനസ്സിലാക്കി വെക്കും. അപ്പോൾ ചിലപ്പോൾ വാജിദ്, മാജിദ്, ഖാബിൽ എങ്ങനെ എന്തെങ്കിലും ഒരു പേര് കിട്ടും. അപ്പോൾ ആ പേര് അവരങ്ങോട്ട് മനസ്സിൽ ഓർത്ത് വെച്ചാൽ പിന്നെ ആ പേരിൽ ഈ നമ്പർ ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇപ്പോൾ വാവ് എന്ന് പറഞ്ഞാൽ 6 മനസ്സിലായി. പിന്നെ വഹാബ് എന്ന് പറയുമ്പോൾ ഹ ആണ്. ഹ 5, അലിഫ് 1, ബാ 2. അപ്പോൾ ആകെ 6ഉം 5ഉം 11, 11 1 12, ബാ 2 14. അപ്പോൾ ഇതിൻ്റെ അദദ് എന്ന് പറഞ്ഞത് 14. പിന്നെ ചില ആളുകൾ ചില കിതാബുകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ അദദ് നമുക്ക് വേറെ സംഖ്യയായിട്ട് കാണുന്നുണ്ടാവും. ആ വേറെ സംഖ്യയായിട്ട് കാണുന്ന അതിൽ ചിലപ്പോൾ അല്ല് കൂട്ടിയിട്ട് പറയുന്നുണ്ടാവും, ചിലപ്പോൾ ഇരട്ടാക്ഷരങ്ങൾ അങ്ങനെ തന്നെ കൂട്ടി പറയുന്നുണ്ടാകും. അപ്പോൾ അതിലുള്ള വ്യത്യാസമാണ്. അതിനർത്ഥം ഒന്ന് തെറ്റാണ് ഒന്ന് ശരിയാണ് അങ്ങനെയൊന്നുമല്ല. ആ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചത് ചില ആളുകൾ അങ്ങനെ അദദിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ ചില കമൻറ്റിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അസ്മാൽ ഹുസ്നെ റിയാദ പൂർത്തിയാക്കി വിട്ട് അസ്മാൽ ഹുസ്നെ ചൊല്ലുന്ന മജ്ലിസ് എന്നും നടക്കുന്നുണ്ട്. നിങ്ങളതിലേക്ക് പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.